നമസ്കാരം. CJP പ്രക്ഷോഭത്തിന്റെ വിജയം മറ്റൊരു പുതിയ പ്രതിഷേധത്തിന്റെ വാതിൽ കൂടിയാണ് തുറന്നിട്ടിരിക്കുന്നത്. ഇന്ധനങ്ങളിൽ നിർബന്ധിതമായി എഥനോൾ കൂട്ടിക്കലർത്തുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളാണ് ഇനി സജീവമാകുക. നേരത്തെ തന്നെ സജീവമായിരുന്ന ഈ വിഷയം നീറ്റ് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ കൂടുതൽ ആവേശത്തോടെ സമരം തെരുവുകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് വിവിധ പ്രക്ഷോഭ കൂട്ടായ്മകളുടെ തീരുമാനം. എഥനോൾ കലർന്ന പെട്രോൾ പൂർണ്ണമായി പിൻവലിക്കണമെന്നല്ല പ്രതിഷേധക്കാരുടെ ആവശ്യം. ഉപഭോക്താക്കൾക്ക് ഇന്ധനം തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകണമെന്നതാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. പുതിയ വാഹനങ്ങൾക്ക് E20, പഴയ വാഹനങ്ങൾക്ക് E10, ശുദ്ധമായ പെട്രോൾ ആഗ്രഹിക്കുന്നവർക്ക് E0 എന്നിവ ലഭ്യമാക്കണമെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി, പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി എന്നിവരുടെ രാജി ആവശ്യപ്പെട്ടാണ് സമരക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. അടുത്തത് എഥനോൾ ഗഡ്കരി എന്ന സമൂഹ മാധ്യമങ്ങളിൽ 2 ദിവസമായി ഇത്തരം ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഇതിനിടെ E20 പദ്ധതിയിലൂടെ താനും കുടുംബവും ലാഭമുണ്ടാക്കുന്നു എന്ന രീതിയിലുള്ള വ്യാജ വാർത്തകൾക്കും ഡീപ് വിഡിയോകൾക്കുമെതിരെ നിതിൻ ഗഡ്കരി ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പ്രതിഷേധം ശക്തമാകുന്നതിന്റെ സൂചനയായി E20 ജനതാ പാർട്ടി എന്ന ഓൺലൈൻ കൂട്ടായ്മ രൂപം കൊണ്ടിട്ടുണ്ട്. CJP മാതൃകയിൽ ട്രോളുകളും മീമുകളും ഉപയോഗിച്ചാണ് ഇവരുടെ ഈ പ്രചാരണം. ജൂലൈ 31-ന് ദി ഗാഡി മാർച്ച് നടത്തുമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ തെഹ്സീൻ പൂനാവാലയുടെ നേതൃത്വത്തിലുള്ള ടീം ഭാരത് എന്ന സംഘടന പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡൽഹി ടാക്സി ആൻഡ് ടൂറിസ്റ്റ് ട്രാൻസ്പോർട്ടേഴ്സ് ആൻഡ് ടൂർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും ഓഗസ്റ്റ് 4-ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നീറ്റ് വിഷയത്തിലെ വിജയം മാറ്റിവെച്ചാൽ പല പ്രചാരണങ്ങൾക്കും സോഷ്യൽ മീഡിയയ്ക്ക് അപ്പുറത്തേക്ക് വളരാൻ സാധിക്കാറില്ല. എന്നാൽ എഥനോൾ മിശ്രിതത്തിനെതിരെയുള്ള എതിർപ്പുകൾ നേരത്തെ തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞതാണ്. CJP പ്രക്ഷോഭത്തിന്റെ വിജയത്തിന് ശേഷം E20 എതിർക്കുന്നവർക്കിടയിൽ ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. CJP പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കെ തന്നെ ജൂലൈ 5-ന് ജന്തർ മന്ദിറിലാണ് ആദ്യത്തെ പ്രത്യക്ഷ സമരം നടന്നത്. എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ നയരേഖകളും സർക്കാർ പരസ്യപ്പെടുത്തണമെന്നും ശുദ്ധമായ പെട്രോളിന്റെ ലഭ്യത പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് ടീം ഭാരത് ആയിരുന്നു ഈ പ്രതിഷേധത്തിന് അന്ന് നേതൃത്വം നൽകിയത്. ആളുകളുടെ പങ്കാളിത്തം കുറവായിരുന്നെങ്കിലും ഈ പ്രചാരണം ഇനി കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട്. ടീം ഭാരത് എന്നത് സാമൂഹ്യ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ തെഹ്സീൻ പൂനാവാലയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് ടീം ഭാരത്. ഇതേ സംഘടന തന്നെയാണ് ജൂലൈ 31-ന് ദി ഗാഡി മാർച്ച് സംഘടിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതും. ഇതുകൂടാതെയാണ് ഡൽഹി ടാക്സി ആൻഡ് ടൂറിസ്റ്റ് ട്രാൻസ്പോർട്ടേഴ്സ് ആൻഡ് ടൂർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും മാർച്ചിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇത് ഒരേ വിഷയത്തിൽ ഒന്നിലധികം സംഘടനകൾ ഒന്നിക്കുന്നതിനെ കൂടിയാണ് സൂചിപ്പിക്കുന്നത്. E20 ഇന്ധനം അവതരിപ്പിച്ചതിന് ശേഷം മൈലേജ് കുറയുന്നുവെന്നും പരിപാലന ചെലവ് ഉയരുന്നുവെന്നും എഞ്ചിൻ പ്രവർത്തനക്ഷമതയെ ബാധിക്കുന്നുവെന്നും കാണിച്ച് രാജ്യത്തുടനീളമുള്ള ഓപ്പറേറ്റർമാർ പരാതിപ്പെടുന്നുണ്ടെന്ന് ട്രാൻസ്പോർട്ട് അസോസിയേഷനും പറയുന്നു. ജൂലൈ 24-ന് വെള്ളിയാഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിൽ കരിമ്പിൻ തണ്ടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അസോസിയേഷൻ പ്രസിഡന്റ് സഞ്ജയ് സമ്രാട്ട് വാദിച്ചത് 2015-ന് മുമ്പ് നിർമ്മിച്ച പല വാഹനങ്ങളും 20% എഥനോൾ മിശ്രിതത്തിൽ പ്രവർത്തിക്കാൻ പാകത്തിൽ രൂപകൽപ്പന ചെയ്തതല്ല എന്നായിരുന്നു. ഓപ്പറേറ്റർമാർ, ഉപഭോക്താക്കൾ, വാഹന നിർമ്മാതാക്കൾ, സാങ്കേതിക വിദഗ്ധർ എന്നിവരെ ഉൾപ്പെടുത്തി എഥനോൾ നയത്തെക്കുറിച്ച് സ്വതന്ത്രമായ ശാസ്ത്രീയ പഠനം നടത്തണമെന്നതാണ് അസോസിയേഷൻ ആവശ്യപ്പെട്ടത്. E20 എതിർക്കുന്നവർ പൂർണ്ണതോതിലുള്ള പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുമ്പോൾ ഇന്ധനക്ഷമതയും വാഹനങ്ങളുടെ പരിപാലന ചെലവുമാണ് പ്രധാന ചർച്ചാ വിഷയങ്ങളായി ഉയർന്നു വന്നിരിക്കുന്നത്. 2025 ഏപ്രിലിൽ ഇന്ത്യയിലുടനീളം E20 പെട്രോൾ ഘട്ടം ഘട്ടമായി ലഭ്യമാക്കി 1 വർഷത്തിലേറെയായിട്ടും പഴയ പെട്രോൾ വാഹന ഉടമകൾക്കിടയിൽ അസംതൃപ്തി വ്യാപകമായി തുടരുന്നുവെന്ന് ഞായറാഴ്ച പുറത്തുവിട്ട ലോക്കൽ സർക്കിൾസ് സർവേ വ്യക്തമാക്കുന്നു. 2023-ന് മുമ്പുള്ള പെട്രോൾ വാഹന ഉടമകളിൽ നടത്തിയ സർവേ പ്രകാരം 2025-ന്റെ തുടക്കം മുതൽ ഇന്ധനക്ഷമതയിൽ 10%-ലധികം കുറവുണ്ടായതായി 67% പേർ വ്യക്തമാക്കിയിരുന്നു. 45%-ഓളം പേർ വാഹനം വേഗത്തിൽ തേയ്മാനം സംഭവിക്കുന്നതായും അറ്റകുറ്റപ്പണികളുടെ ആവശ്യകത വർദ്ധിച്ചതായും പറഞ്ഞു. 2015-ന് മുമ്പ് നിർമ്മിച്ച പല വാഹനങ്ങളും 20% എഥനോൾ കലർന്ന പെട്രോളിൽ പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തതല്ലെന്നും ഗതാഗത സംഘടനകൾ വാദിക്കുന്നു. എന്നാൽ E20 ഇന്ധനം വാഹനങ്ങളുടെ എഞ്ചിനുകൾക്ക് വ്യാപകമായ കേടുപാടുകൾ വരുത്തുന്നതായോ അസാധാരണമായ തേയ്മാനത്തിനോ പ്രവർത്തനക്ഷമത കുറയുന്നതിനോ കാരണമാകുന്നതായോ തെളിവുകളില്ലെന്നാണ് കേന്ദ്ര നിലപാട്. നീതി ആയോഗ്, ARAI, SIAM, എണ്ണ കമ്പനികൾ, വാഹന നിർമ്മാതാക്കൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തി ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷമാണ് പദ്ധതി നടപ്പാക്കിയതെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. എഥനോൾ നയത്തിന്റെ പ്രധാന മുഖങ്ങളായ കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരിയുടെയും ഹർദീപ് സിംഗ് പുരിയുടെയും രാജിയും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. നയവുമായി ബന്ധപ്പെട്ട സാമ്പത്തികവും സാങ്കേതികവുമായ ചോദ്യങ്ങൾക്ക് ഗഡ്കരി മറുപടി പറയണമെന്നാണ് തെഹ്സീൻ പൂനാവാല ആവശ്യപ്പെടുന്നത്. അസംസ്കൃത എണ്ണ ഇറക്കുമതിയിലുള്ള ആശ്രിതത്വം കുറയ്ക്കുക, മലിനീകരണം കുറയ്ക്കുക, കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നിവയാണ് എഥനോൾ മിശ്രിത നയത്തിന്റെ ലക്ഷ്യമെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. എന്നാൽ പഴയ വാഹന ഉടമകൾക്ക് കുറഞ്ഞ മൈലേജും ഉയർന്ന പരിപാലന ചെലവും സാമ്പത്തിക ബാധ്യതയാകുന്നുവെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ എഥനോൾ വിരുദ്ധ പ്രചാരണം രാജ്യവ്യാപകമായ ഒരു പ്രക്ഷോഭമായി വളരുമോ എന്നത് ഇപ്പോൾ കൃത്യമായ ഒരു ഉത്തരം നൽകാവുന്ന ചോദ്യമല്ല. എന്നാൽ പെട്രോൾ വാങ്ങുന്ന ദശലക്ഷക്കണക്കിന് വാഹന ഉടമകളെ ഈ വിഷയം ബാധിക്കുമെന്നതിനാൽ തന്നെ ഇതിന് വലിയ സ്വീകാര്യത ലഭിക്കുമെന്നാണ് ഈ വിഷയം ഉയർത്തിക്കാട്ടുന്ന പ്രക്ഷോഭകർ വിശ്വസിക്കുന്നത്. ജൂലൈ 31-ലെയും മാർച്ച് 4-ലെയും നടക്കാനിരിക്കുന്ന മാർച്ചുകൾക്ക് ശേഷമായിരിക്കും ഈ വിഷയത്തിലുള്ള പ്രക്ഷോഭം ഏതു തരത്തിലേക്ക് മാറും എന്ന് പറയാനും കഴിയുക.